welcome back to our channel. So finally, Volume 2 of Stranger Things Season 5 വന്നു കഴിഞ്ഞല്ലോ. ആൻഡ് ഇപ്പോൾ എത്തിയ 3 എപ്പിസോഡ്സും നിങ്ങളിൽ മെജോറിറ്റി കണ്ടു കഴിഞ്ഞിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്കപ്പോൾ ഓരോ എപ്പിസോഡ്സിന്റെയും ഇൻഡിവിജ്വൽ റീക്യാപ്പ് വീഡിയോസ് നോക്കാം. ഇന്നപ്പോൾ വോള്യൂം 2 ആദ്യത്തേതും സീസൺ 5 അഞ്ചാമത്തേതുമായ എപ്പിസോഡിന്റെ ബ്രേക്ക് ഡൗൺ ആണ് നമ്മൾ നോക്കുന്നത്. അടുത്ത് വരാനുള്ള എപ്പിസോഡ്സിന്റെ സ്പോയിലേഴ്സ് ഇല്ലാതെ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ആൻഡ് സീൻ ബൈ സീനായി അതേ ഓർഡറിൽ പോകുന്നതിന് പകരം നമ്മുടെ ഒരു ഗ്രൂപ്പ് ഓഫ് ടീം ഇപ്പൊ ഏത് ലൊക്കേഷനിലാണോ ഉള്ളത് പരമാവധി അവിടുത്തെ കാര്യങ്ങൾ ക്ലാരിഫൈ ചെയ്ത് തീർത്ത് അടുത്ത ലൊക്കേഷനിലേക്ക് പോകുന്ന തരത്തിലാണ് എക്സ്പ്ലെയിൻ ചെയ്തേക്കുന്നത് എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുമല്ലോ. അപ്പോൾ നിങ്ങൾ വീഡിയോ ചെക്ക്ഔട്ട് ചെയ്ത് നോക്കിയ ശേഷം ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രമിക്കുക. നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോവാം. കം വോള്യൂം 2 ഫസ്റ്റ് എപ്പിസോഡും സ്ട്രേഞ്ചർ തിങ്സ് സീസൺ 5 ഫിഫ്ത്ത് എപ്പിസോഡുമായ ഷോക്ക് ജോക്ക് തുടങ്ങുന്നത് വോള്യൂം 1 ആ ഒരു ബിഗ് എൻഡിങ്ങിന് ശേഷം ആ സമയത്തെ ചില കാഴ്ചകൾ വിൽ ഓർത്തെടുക്കുന്ന പോയിന്റിൽ നിന്നാണ്. കഴിഞ്ഞ എപ്പിസോഡിലെ വെഗ്നയുടെ സ്പീച്ച് ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കുന്നതിനൊപ്പം ഡെമോഗോർഗൻസ് എല്ലാവരെയും അറ്റാക്ക് ചെയ്ത് കുട്ടികളെ വലിച്ചഴിച്ചു കൊണ്ടുപോകുന്നത് നമ്മൾ കാണുന്നു. ജോയ്സ് തന്റെ മകന്റെ അടുത്തേക്ക് ഓടിയെത്തി അവനിത് എങ്ങനെ സാധിച്ചെന്ന് ആശ്ചര്യത്തോടെ ചോദിക്കുമ്പോൾ മൈക്കും അവിടേക്ക് ഓടിയെത്തി വിൽ ഒരു റിയൽ ലൈഫ് സോർസറർ ആണെന്ന് പറയുന്നു. എന്നാൽ വിൽ ഒരു വിക്ടറി സെലിബ്രേഷൻ മൂഡിലെ അല്ല. പകരം വെഗ്നയ്ക്ക് അവൻ ആഗ്രഹിച്ച പോലെ 12 കുട്ടികളെയും പിടികൂടാൻ കഴിഞ്ഞതിലുള്ള നിരാശയിലാണ് വിൽ ഉള്ളത്. അതായത് തങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്ന ഡെറിക്കിനെയും മറ്റും മാത്രമല്ല, റോബിനൊപ്പം ട്രക്കിൽ രക്ഷപ്പെടാൻ ശ്രമിച്ച കുട്ടികളെയും ലൂക്കസിനൊപ്പം ടണലിലുണ്ടായിരുന്ന കുട്ടികളെയും അവർ പിടിച്ചുകൊണ്ടുപോയെന്ന വിവരം വിൽ അവരോട് പറയുന്നു. താൻ കുറച്ചുകൂടി നേരത്തെ പവേഴ്സിനെ പറ്റി മനസ്സിലാക്കി പ്രവർത്തിക്കണമായിരുന്നു എന്നവൻ സ്വയം കുറ്റപ്പെടുത്തുന്നു. എനിവേ, ആർമി ഹെലികോപ്റ്റേഴ്സ് അവിടേക്ക് വരുന്നത് കണ്ട് അവർ എത്രയും വേഗം അവിടെ നിന്ന് രക്ഷപ്പെടുന്നു. അവർ ടണലിൽ ഡെമോഗോർഗൻസ് അറ്റാക്ക് ചെയ്ത് വീഴ്ത്തി ലൂക്കസിനെ കണ്ടെത്തുന്നു. ലൂക്കസിന്റെ മുറിവുകൾ റെസ്റ്റ് ചെയ്യുന്നതിനൊപ്പം അവർ അവനോട് നടന്ന കാര്യങ്ങളെക്കുറിച്ച് ഒരു ക്വിക്ക് ബ്രീഫിംഗ് നൽകുന്നു. വില്ലിന്റെ പവേഴ്സിനെ പറ്റി അറിഞ്ഞ ലൂക്കസ് അവനെ വിൽ ദ വൈസ് എന്ന് വിളിക്കുകയും തങ്ങൾക്ക് 11 കൂടാതെ രണ്ടാമതൊരു സൂപ്പർ പവർ ഉള്ള ആളെ കൂടി കിട്ടിയത് എങ്ങനെ ഒരു ഗെയിം ചേഞ്ചർ ആകുമെന്ന് പറയുകയും ചെയ്യുന്നു. എന്നാൽ വിൽ തനിക്ക് സ്വന്തമായി പവേഴ്സ് ഒന്നും ഇല്ലെന്നും താൻ അവ വെഗ്നയിൽ നിന്നും ടാപ്പ് ചെയ്ത് എടുക്കുന്നതാണെന്നും എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്. ആൻഡ് അതിനായി ഹൈവ് മൈൻഡിനോട് ക്ലോസ് ആയിരിക്കുകയും വേണം. കൂടാതെ കുട്ടികളെ വെഗ്ന വേൾഡ് റീഷേപ്പ് ചെയ്യാനുള്ള വെസൽസ് ആയിട്ടാണ് കാണുന്നത് എന്നുകൂടി വിൽ അവരോട് പറയുന്നുണ്ട്. ടണൽസിൽ നിന്നും പുറത്തു കടന്ന ശേഷം ജോയ്സ് ഹൈവിലേക്ക് വീണ്ടും കടന്ന് വെഗ്നയുടെ പവർ ആക്സസ് ചെയ്യാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് ചോദിക്കുന്നു. ആ പവേഴ്സ് വെഗ്നയുടെ ആർമിക്കെതിരെ യൂസ് ചെയ്യുന്നതിന് പകരം നേരിട്ട് വെഗ്നയെ തന്നെ അറ്റാക്ക് ചെയ്യാനാണ് അവൾ നിർദ്ദേശിക്കുന്നത്. വെഗ്ന വീണ്ടും വില്ലിനെ വില കുറച്ച് കാണുമെന്നും അങ്ങനെ ചെയ്യുമ്പോൾ അത് അവന്റെ അവസാനത്തെ മിസ്റ്റേക്ക് ആയിരിക്കും എന്നുമാണ് ജോയ്സ് പ്രതീക്ഷിക്കുന്നത്. അപ്സൈഡ് ഡൗണിൽ കുടുങ്ങിയിരിക്കുന്ന തങ്ങളുടെ ബാക്കി ടീം മെമ്പേഴ്സിനെ ലൊക്കേറ്റ് ചെയ്യാൻ ഒരു പുതിയ ട്രാക്കർ കണ്ടെത്തണം എന്നുകൂടി ജോയ്സ് പറയുന്നു. ഇവിടെ എറിക്കയും ലൂക്കസും ഒരേ സമയം 2 ഡിഫറെന്റ് ഐഡിയാസുമായി എത്തുന്നു. പുതിയൊരു ട്രാക്കർ നിർമ്മിക്കാൻ ടീച്ചറായ മിസ്റ്റർ ക്ലാർക്കിന്റെ സഹായം തേടാം എന്നാണ് എറിക്കയുടെ സജഷൻ. കാരണം കൂട്ടത്തിൽ ഏറ്റവും ബ്രില്യന്റ് ആയ ഡസ്റ്റിൻ അവൻ അറിയാവുന്നതെല്ലാം പഠിച്ചത് അദ്ദേഹത്തിൽ നിന്നാണെന്നും അദ്ദേഹം തന്നെയാവും ഒരു പക്ഷേ ഹോക്കിൻസിലെ ഏറ്റവും വലിയ നേർഡ് എന്നുമാണ് അവൾ പറയുന്നത്. എന്നാൽ ലൂക്കസിന്റെ ഐഡിയ സീസൺ 3 തങ്ങൾ ബില്ലിയോട് ചെയ്തതുപോലെ മരിച്ചു കിടക്കുന്ന ഡെമോഗോർഗൻസിന്റെ ബോഡി ചൂടാക്കി റിവൈവ് ചെയ്തുകൊണ്ട് വില്ലിന് വീണ്ടും ഹൈവ് മൈൻഡിനെ ആക്സസ് ചെയ്യാൻ കഴിയും എന്നാണ്. ഈ 2 ഐഡിയയും ട്രൈ ചെയ്യാമെന്നാണ് ജോയ്സും ഗ്രൂപ്പിലെ മറ്റുള്ളവരും തീരുമാനിക്കുന്നത്. ഇപ്പോൾ റോബിനും വില്ലും ചേർന്ന് ആന്റനെ പ്രിപ്പയർ ചെയ്യുന്നതിനിടയിൽ തന്റെ ജീവൻ രക്ഷിച്ചതിന് അവൾ അവനോട് നന്ദി പറയുന്നു. എന്നാൽ അവളുടെ ലൈഫിനെ പറ്റി പറഞ്ഞ് തന്നെ മോട്ടിവേറ്റ് ചെയ്തതിന് താൻ അവളോടാണ് നന്ദി പറയേണ്ടത് എന്നാണ് വിൽ പറയുന്നത്. സംസാരിക്കുന്നതിനിടെ തന്റെ ലൈഫ് സിറ്റുവേഷൻസ് മുൻപ് ആദ്യമായി സ്റ്റീവിനോടാണ് താൻ തുറന്നു പറഞ്ഞതെന്ന് റോബിൻ പറയുന്നു. എന്തുകൊണ്ട് സ്റ്റീവിനോട് പറഞ്ഞു എന്ന് വിൽ ചോദിക്കുമ്പോൾ ആ സമയത്ത് റഷ്യൻസ് തങ്ങളെ ട്രൂത്ത് സിറം ഇൻജെക്ട് ചെയ്തിരുന്നു എന്നും പക്ഷെ അപ്പോഴും കാര്യങ്ങൾ കേട്ട ശേഷവും സ്റ്റീവ് അതിനെ കൂളായി ഡീൽ ചെയ്തതാണ് തന്നെ ഹെൽപ്പ് ചെയ്തതെന്നും റോബിൻ പറയുന്നുണ്ട്. സ്റ്റീവിനോട് ഇതിനെപ്പറ്റി ഓപ്പൺ അപ്പ് ചെയ്തില്ലായിരുന്നുവെങ്കിൽ തനിക്ക് വിക്കിയോട് മനസ്സ് തുറക്കാനോ അതിനുശേഷം വില്ലിനോട് തന്നെയും സംസാരിക്കാനോ ഉള്ള ധൈര്യം കിട്ടില്ലായിരുന്നു എന്നുകൂടി അവൾ കൂട്ടിച്ചേർക്കുന്നു. ട്രൂത്ത് സിറം ഇനിയും ബാക്കിയുണ്ടോ എന്ന് വിൽ തമാശയായി ചോദിക്കുന്നതിനിടെ അവർ ഇലക്ട്രിക് സെറ്റപ്പ് ടെസ്റ്റ് ചെയ്തുകൊണ്ടിരുന്ന പംകിന് തീ പിടിക്കുന്നത് സെറ്റപ്പ് വർക്ക് ചെയ്യുന്നതിനെയും അവരുടെ പ്ലാൻ നന്നായി തന്നെ മുന്നോട്ട് പോകുന്നതിനെയും സൂചിപ്പിക്കുകയും ചെയ്യുന്നു. മറ്റൊരിടത്ത് ബാറ്റിലിന് ശേഷം ഡെറിക് ഉൾപ്പെടെയുള്ള കുട്ടികൾ വില്ലിന്റെ വിഷനിൽ നമ്മൾ കണ്ട വെഗ്നയുടെ തടവിൽ ടെന്റക്കിൾസിൽ കുടുങ്ങിക്കിടക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. തുടർന്ന് ഹെൻറിയുടെ ഫേക്ക് ഫാന്റസി വേൾഡിൽ കുട്ടികൾ ഒരു ഫീൽഡിൽ ബോധം വന്ന് എഴുന്നേൽക്കുന്നു. മിസ്റ്റർ വാട്സിറ്റായി അവർക്കറിയാവുന്ന ഹെൻറി അവരെയെല്ലാം ക്രീൽ ഹൗസിലേക്ക് കൊണ്ടുവരികയും മോൺസ്റ്റേഴ്സ് അവരെ പിടികൂടാൻ ശ്രമിച്ചപ്പോൾ താൻ അവരെ രക്ഷിച്ചതാണെന്ന് വിശ്വസിപ്പിക്കുകയും ചെയ്യുന്നു. അവർക്കവിടം അവരുടെ സ്വന്തം വീടായി കാണാമെന്നും എന്നാൽ ഫോറസ്റ്റിലേക്ക് പോകരുതെന്നും അവൻ പറയുന്നു.
ഹോളിയും ഇപ്പോൾ ഇവിടെ തിരിച്ചെത്തിയതായും മാക്സ് ദൂരെ നിന്നും കാര്യങ്ങൾ ഒബ്സർവ് ചെയ്യുന്നതായും കൂടി നമുക്ക് കാണാം. ഇപ്പോൾ ഹെൻറി കുട്ടികളോട് പറയുന്നത് അവരുടെ വേണ്ടപ്പെട്ടവർ കൂടി അപകടത്തിലാണ് എന്ന് മാത്രമല്ല, ഹോക്കിൻസിലും വേൾഡ് മുഴുവനായും ഒരു ഈവിൾ ഡാർക്ക്നെസ് പടരുകയാണെന്നും താൻ വളരെയധികം സ്ഥലങ്ങളിൽ ട്രാവൽ ചെയ്ത് ഭൂമിയിൽ നിന്നും വളരെ അകലെയുള്ള നല്ലത് മാത്രമുള്ള ഒരു ലോകം കണ്ടെത്തി എന്നുമാണ്. അവിടെ മോൺസ്റ്റേഴ്സോ ഡാർക്ക്നെസ്സോ ഒന്നുമില്ലെന്നാണ് അവൻ പറയുന്നത്. ഇപ്പോൾ ഇവിടെയുള്ള കുട്ടികളെ താൻ തിരഞ്ഞെടുത്തത് അവർ മറ്റു കുട്ടികളെ പോലെയല്ല, അവർ സ്പെഷ്യൽ ആയതുകൊണ്ടും അവർക്ക് ചില ഹിഡൻ പവേഴ്സ് ഉള്ളത് കൊണ്ടുമാണെന്ന് അവൻ അവരെ പറഞ്ഞ് വിശ്വസിപ്പിക്കുകയാണ്. അവർ ഒന്നിച്ചു വർക്ക് ചെയ്താൽ അവർക്ക് എനർജി ചാനൽ ചെയ്തുകൊണ്ട് അവൻ പറഞ്ഞ ആ നല്ല ലോകത്തെ ഇവിടേക്ക് കൊണ്ടുവന്ന് ഇവിടുത്തെ ഡാർക്ക്നെസ്സിനെ ഇല്ലാതാക്കാൻ കഴിയുമെന്നും അതോടെ അവരെല്ലാം ഹീറോസ് ആകും എന്ന് കൂടി ഹെൻറി പറയുന്നത് കുട്ടികളെ സന്തോഷിപ്പിക്കുന്നുണ്ട്. സംസാരത്തിനിടെ ഹോളി കൈ ഉയർത്തുകയും ഹെൻറി ഇനിയും അവിടെ നിന്നും മറ്റു കുട്ടികളെ കൂട്ടിക്കൊണ്ടുവരാനായി പോകുമോ എന്നും ചോദിക്കുന്നു. പക്ഷെ അവൻ ഇനി അവരെ വിട്ട് എവിടെയും പോകില്ല എന്ന് അവൾ കേൾക്കാൻ ആഗ്രഹിക്കാത്ത ഒരു മറുപടിയാണ് ഹെൻറി നൽകുന്നത്. ശേഷം കുട്ടികളോട് ഭക്ഷണം കഴിക്കാനും കളിക്കാനും ശേഷം റെസ്റ്റ് എടുക്കാനും അവൻ പറയുന്നു. കാരണം നാളെ മുതൽ അവൻ പറഞ്ഞ പ്രോസസ് തുടങ്ങേണ്ടതുണ്ട്. മറ്റു കുട്ടികൾ കൈയടിക്കുമ്പോൾ ഹോളിയുടെ മുഖത്തെ ആൻഷ്യസ് ലുക്ക് നമുക്കിവിടെ കാണാം. പിന്നീട് കുട്ടികൾ ക്രീൽ ഹൗസിൽ ഓടിക്കളിച്ച് ആസ്വദിക്കുന്നതിനിടെ ഹോളി ഒരുവിധം പുറത്തിറങ്ങി മാക്സിനെ മീറ്റ് ചെയ്യാൻ എത്തുന്നു. അവൾ മാക്സിനോട് എർത്തിനെ രക്ഷിക്കാൻ എന്ന വ്യാജേന മറ്റൊരു വേൾഡിനെ ഇവിടേക്ക് കൊണ്ടുവരാനുള്ള ഹെൻറിയുടെ പ്ലാനിനെ പറ്റി പറയുകയും അവർ കാമസോൾസ് എന്ന് വിളിക്കുന്ന ഈ ഫാന്റസി വേൾഡിൽ നിന്നും തങ്ങൾക്ക് എത്രയും വേഗം പുറത്തു കടക്കണം എന്നും പറയുന്നു. പെട്ടെന്ന് പുറകിൽ ഒരു ശബ്ദം കേട്ട് അവിടെ ആരോ ഉണ്ടെന്ന് മനസ്സിലാക്കി അവർ വന്ന് നോക്കുമ്പോൾ ഡെറിക് അവിടെ ഒളിച്ചിരിക്കുന്നതാണ് അവർ കാണുന്നത്. വെക്നയുടെ റിയൽ ഐഡന്റിറ്റി തനിക്ക് അറിയാമെന്നും താൻ മൈക്കിനും വില്ലിനും ഗാങ്ങിനുമൊപ്പം ഹോക്കിൻസിൽ പ്രവർത്തിച്ചു വരികയായിരുന്നു എന്നും അവൻ അവരോട് പറയുന്നു. ഇപ്പോൾ ഡെറിക്കിന്റെ കൂടെ സഹായം ആവശ്യമുള്ള ഒരു പ്ലാൻ അവർ തയ്യാറാക്കുന്നു. ശേഷം ഡെറിക് കുട്ടികളുടെ മുന്നിലൂടെ ഫോറസ്റ്റിലേക്ക് നടക്കുകയും കുട്ടികൾ ഇത് ഓടിപ്പോയി മിസ്റ്റർ വാട്സറ്റിനോട് പറയുകയും ചെയ്യുന്നു. ഈ തക്ക നോക്കി മാക്സും ഹോളിയും ചേർന്ന് എക്സിറ്റ് കണ്ടുപിടിക്കാൻ പോകാനാണ് പ്ലാൻ. ഹോളി മിസ്റ്റർ വാട്സറ്റിനെ കണ്ടുമുട്ടിയ ആദ്യ മെമ്മറി കണ്ടെത്തി കഴിഞ്ഞാൽ അവർക്ക് ആ ട്രെയിൽ ഫോളോ ചെയ്ത് റിയൽ വേൾഡിലേക്ക് പോകാനുള്ള ഡോർ കണ്ടെത്താം എന്നാണ് മാക്സ് പറയുന്നത്. സോ ഇപ്പോൾ മാക്സും ഹോളിയും ഹോളിയുടെ മെമ്മറീസിലൂടെ സഞ്ചരിക്കുകയാണ്. അങ്ങനെ പോയി അവർ ഹോളിയെ അവളുടെ വീട്ടിൽ നിന്ന് ഡെമോഗോർഗൺ പിടിച്ചുകൊണ്ടുപോയ ആ രാത്രിയിലേക്ക് എത്തുന്നു. മാക്സ് മുൻപ് വോള്യൂം 1-ൽ ഡ്രീം വേൾഡിൽ കണ്ട റെഡ് റെൽമിലേക്കുള്ള ഡോറിലൂടെ പ്രവേശിക്കാൻ അവർ തയ്യാറെടുക്കുന്ന സമയത്ത് ഡെറിക്കിനെ പിടികൂടുകയും അവനെ ഭീഷണിപ്പെടുത്തുകയും ചെയ്ത് അവനിൽ നിന്നും അവരുടെ പ്ലാൻ മനസ്സിലാക്കിയ ഹെൻറി അവിടേക്ക് എത്തുന്നു. ഹെൻറി റൂമിലേക്ക് പ്രവേശിക്കുമ്പോൾ അവൻ മെല്ലെ മിസ്റ്റർ വാട്സറ്റിൽ നിന്നും ഹെൻറിയിലേക്കും അവിടെ നിന്ന് ഫുള്ളി വെക്നയിലേക്കും ട്രാൻസിഷൻ ചെയ്യുന്നത് നമുക്കിവിടെ കാണാം. വെക്ന മാക്സിന്റെ കഴുത്തിൽ പിടികൂടി അവളെ സ്ട്രാങ്കിൾ ചെയ്യാൻ തുടങ്ങുന്നു. ഹോളി അവനോട് അവളെ വെറുതെ വിടാൻ നിലവിളിക്കുന്നതിനിടെ റിയൽ വേൾഡിൽ മാക്സിന്റെ ഹാർട്ട് മോണിറ്റർ ഫ്ലാറ്റ് ലൈൻ ആവാൻ തുടങ്ങുന്നതും കാണിക്കുന്നുണ്ട്. പക്ഷെ പെട്ടെന്നൊരു മൊമെന്റിൽ ഏതാണ്ട് നിലച്ച അവസ്ഥയിൽ നിന്നും അവളുടെ ഹാർട്ട് ബീറ്റ് വീണ്ടും വർദ്ധിക്കാൻ തുടങ്ങുന്നു. കാരണം ഇപ്പോൾ ഹോക്കിൻസിലെ നമ്മുടെ ഗാങ്ങിന്റെ പദ്ധതി വിജയിച്ചിരിക്കുകയാണ്. അവർ ഡെമോഗോർഗന്റെ ബോഡി ഹീറ്റ് ചെയ്ത് അതിനെ റീആനിമേറ്റ് ചെയ്യുകയും അതുവഴി വില്ലിന് ഹൈവ് മൈൻഡിലേക്ക് കണക്ട് ചെയ്ത് വെക്നയുടെ തന്നെ മൈൻഡിലേക്ക് പ്രവേശിക്കാനും കഴിഞ്ഞിരിക്കുന്നു. വില്ലിപ്പോൾ പവേഴ്സ് യൂസ് ചെയ്ത് വെക്നയുടെ കാൽ ഫ്രാക്ചർ ചെയ്ത് അവനെ വീഴ്ത്തുന്നു. തുടർന്ന് വിൽ വെക്നയിലൂടെ തന്നെ സംസാരിക്കുകയും മാക്സിനോട് ഓടി രക്ഷപ്പെടാനും പറയുന്നു. ഈ ഒരു ഡിസ്ട്രാക്ഷൻ ഹോളിയെയും മാക്സിനെയും അവിടെ നിന്ന് രക്ഷപ്പെടാൻ സഹായിക്കുന്നു. പക്ഷെ അപ്പോഴേക്കും വെക്ന തന്റെ അറ്റൻഷൻ വില്ലിലേക്ക് തിരിക്കുകയും അവനെ തന്റെ ഹെഡിൽ നിന്നും കിക്ക് ഔട്ട് ചെയ്യുകയും ചെയ്യുമ്പോൾ വിൽ റിയൽ വേൾഡിൽ വേദന കൊണ്ട് നിലവിളിക്കുകയും ഒപ്പം ദൂരേക്ക് തെറിച്ചു വീഴുകയും ചെയ്യുന്നു. ഗാങ് ഉടൻ തന്നെ ഫുൾ പവറിൽ ഡെമോഗോർഗന്റെ ശരീരം ഇലക്ട്രിക്യൂട്ട് ചെയ്ത് നശിപ്പിച്ചു കളയുന്നു. വിൽ ഇപ്പോൾ ബോധമില്ലാതെ നിലത്ത് കിടക്കുകയാണ്. അപ്സൈഡ് ഡൗണിൽ ഡോക്ടർ കെയുടെ ലാബിൽ നിന്നും കാലിയെ രക്ഷിച്ച ശേഷം ഹോപ്പറും 11-ഉം അവളെയും കൊണ്ട് മുൻപ് തീരുമാനിച്ച മീറ്റപ്പ് സ്പോട്ടിൽ എത്തുന്നെങ്കിലും അവിടെ ഇപ്പോൾ നാൻസി, ജോനത്തൻ, സ്റ്റീവ്, ഡസ്റ്റിൻ എന്നിവരെ കാണുന്നില്ല. ഹോപ്പർ അവരെ കോണ്ടാക്ട് ചെയ്യാൻ ട്രൈ ചെയ്യുമ്പോൾ കാലിയെ നേരത്തെ തന്നെ കണ്ടെത്താൻ ശ്രമിക്കാത്തതിന് 11 അവളോട് ക്ഷമ ചോദിക്കുന്നു. വൺസ് അവർ ഹെൻറിയെ കണ്ടെത്തി നശിപ്പിച്ചു കഴിഞ്ഞാൽ തങ്ങൾക്കൊരു പീസ്ഫുൾ ലൈഫ് ജീവിക്കാൻ കഴിയും എന്ന് 11 പറയുമ്പോൾ അത് വെറും ഒരു സ്വപ്നം മാത്രമാണെന്നാണ് കാലിയുടെ റെസ്പോൺസ്. മിലിറ്ററി കാലിയെ കണ്ടെത്തിയതും അവർ അവളുടെ ഫ്രണ്ട്സിനെ കൊലപ്പെടുത്തി അവളെ പിടിച്ചുകൊണ്ടു പോകുന്നതിന്റെയും ഒരു ഫ്ലാഷ് ബാക്ക് നമ്മൾ ഇവിടെ കാണുന്നുണ്ട്. അവർ അവളുടെ തലമുടി ഷേവ് ചെയ്യുകയും അവളെ 11-ഉം ഹോപ്പറും കണ്ടെത്തിയ ആ ലാബിൽ തടവിലാക്കുകയും ചെയ്തു. ഡോക്ടർ കെ അവളിൽ നിന്നും ധാരാളം ബ്ലഡ് എടുത്തുകൊണ്ടേയിരുന്നു. ഇത് കാരണം അവരൊരു വാമ്പയർ ആണോ എന്ന് പോലും കാലിക്ക് തോന്നിയിരുന്നു. എന്നാൽ ഒരിക്കൽ ലാബിന് പുറത്തു കടക്കാൻ ശ്രമിച്ചതിനെ പറ്റി കാലി ഇപ്പോൾ ഓർക്കുകയാണ്. ആ ശ്രമത്തിനിടെ തന്നെ മിലിറ്ററി എന്തിനാണ് പിടിച്ചുകൊണ്ട് വന്നതെന്ന് അവൾ കണ്ടെത്തി. ആ ഫ്ലാഷ് ബാക്കിൽ കാലിക്ക് മുന്നിൽ ഒരു ടേബിളിൽ ഒരു പ്രഗ്നന്റ് ആയ സ്ത്രീ കിടക്കുന്നതും അവരുടെ ദേഹത്തേക്ക് കാലിയിൽ നിന്ന് എടുത്ത ബ്ലഡ് ഇൻഫ്യൂസ് ചെയ്യുന്നതും കാണിക്കുന്നുണ്ട്. ഇടയ്ക്ക് സ്ത്രീക്ക് ബോധം വരുമ്പോൾ അവർ കാലിയോട് സഹായം ചോദിക്കുന്നു.
ഭയന്ന് കാലി മറ്റുള്ള റൂമുകളിലേക്ക് ഓടുമ്പോൾ അവിടങ്ങളിലും കൂടുതൽ പ്രഗ്നന്റ് ലേഡീസ് ഇതുപോലെ ബ്ലഡ് ഇൻഫ്യൂസ് ചെയ്ത് കിടക്കുന്നതാണ് അവൾ കാണുന്നത്. പക്ഷെ അപ്പോഴേക്കും ഗാർഡ്സ് എത്തി കാലിയെ അറ്റാക്ക് ചെയ്ത് വീഴ്ത്തുന്നു. ഈ പ്രഗ്നന്റ് ലേഡീസും സീക്രട്ട് ഗവൺമെന്റ് പ്രോഗ്രാമും എന്തിനെയാണ് ഓർമ്മിപ്പിക്കുന്നത് എന്ന കാലിയുടെ ചോദ്യത്തിന് ഇലവൻ മമ്മ എന്ന് പറയുകയും നമ്മൾ ഇലവന്റെ അമ്മയുടെ ഒരു വിഷ്വൽ കാണുകയുമാണ്. സത്യത്തിൽ അവർക്ക് ഈ പവേഴ്സ് ഒക്കെ കിട്ടിയത് ഡ്രഗ് എക്സ്പെരിമെന്റ്സിലൂടെ അല്ല, അത് സത്യത്തിൽ നമ്പർ 1 ആയ ഹെൻറിയുടെ ബ്ലഡിൽ നിന്നുമാണ്. ഡോക്ടർ കെ ഇപ്പോൾ ഡോക്ടർ ബ്രെന്നറിന്റെ എക്സ്പെരിമെന്റ്സ് റീക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. നമ്മൾ എല്ലാവരും ഹെൻറിയുടെ ഇമിറ്റേഷൻ മാത്രമാണെന്ന് പറയുന്ന കാലി അത്തരത്തിൽ കൂടുതൽ കുട്ടികളെ സൃഷ്ടിക്കാനാണ് ഡോക്ടർ കെ ശ്രമിക്കുന്നത് എന്ന് പറയുന്നു. തന്റെ ബ്ലഡ് വർക്ക് ചെയ്യാത്തതിന് കാരണം താൻ ഹെൻറിയോളം പവർഫുൾ അല്ലാത്തത് കൊണ്ടാണെന്നും അവനെ പോലെയുള്ള മറ്റൊരേ ഒരാൾ ഇലവൻ മാത്രമാണെന്നും പറയുന്നു. ഇലവനെ കിട്ടിയാൽ മിലിറ്ററി അവളെ പിടിച്ചുകൊണ്ടുപോയി എക്സ്പെരിമെന്റ്സ് നടത്തുമെന്ന് പറഞ്ഞുകൊണ്ട് കാലി അവളെ ആ വിഷൻ കാണിക്കുകയും ഹാപ്പി എൻഡിങ്സ് ഒന്നും പ്രതീക്ഷിക്കേണ്ട എന്ന് പറയുകയും ചെയ്യുന്നു. പക്ഷെ അപ്പോഴേക്കും ഹോപ്പർ അവിടെ എത്തുമ്പോൾ ആ വിഷൻ നിൽക്കുകയും ഒപ്പം ഇലവൻ ദേഷ്യത്തോടെ പുറത്തേക്ക് പോവുകയും ചെയ്യുന്നു. അപ്സൈഡ് ഡൗണിൽ തന്നെ മറ്റൊരിടത്ത് ഡസ്റ്റിൻ, സ്റ്റീവ്, ജോനത്തൻ, നാൻസി എന്നിവർ ഹോക്കിൻസ് ലാബിൽ എത്തുന്നത് നമുക്ക് കാണാം. റിയൽ വേൾഡിൽ നിന്നുള്ളവർ ഹോളിയെയും മറ്റു കുട്ടികളെയും രക്ഷിക്കാൻ എത്തുന്നത് തടയാനായി ക്രിയേറ്റ് ചെയ്ത ഒരു ഷീൽഡാണ് നമ്മൾ വോള്യൂം 1 കണ്ട ഫ്ലഷ് വാൾ എന്നാണ് ഡസ്റ്റിന്റെ തിയറി. ഈ ഷീൽഡിനെ പവർ ചെയ്യുന്ന ജനറേറ്റർ കണ്ടെത്താൻ കഴിഞ്ഞാൽ ഹോളിയെ രക്ഷിക്കാനും കഴിയും എന്നാണ് അവൻ കരുതുന്നത്. 2 ടീമായി തിരിഞ്ഞ് സെർച്ചിങ് തുടങ്ങുമ്പോൾ സ്റ്റീവൻ ഡസ്റ്റിനും ചേർന്ന് ലാബിലൂടെ നടന്ന് അവിടുത്തെ റെയിൻബോ റൂമിൽ എത്തുന്നു. അവിടെ വെച്ച് അവർക്കിടയിലെ ടെൻഷൻ ഒന്നുകൂടി വർദ്ധിക്കുന്നതും അവർ തമ്മിൽ തർക്കിച്ച് വെവ്വേറെ വഴിക്ക് പോകുന്നതും നമുക്ക് കാണാം. ഏതാണ്ട് ഇതേ അവസ്ഥ തന്നെയാണ് മറ്റൊരു വശത്ത് ജോനത്തനും നാൻസിക്കും ഇടയിലും. നാൻസിക്ക് ദേഷ്യം തോന്നാൻ താൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന ജോനത്തന്റെ ക്വസ്റ്റ്യനിങ് അവൾ പരമാവധി അവഗണിക്കുകയാണ്. ദേഷ്യത്തോടെ നാൻസി നടന്നു നീങ്ങുമ്പോൾ ജോനത്തൻ അവളോട് പറയാതെ താൻ കൊണ്ടു നടക്കുന്ന റിംഗ് വെച്ചിട്ടുള്ള കാസറ്റ് എടുത്തൊന്ന് നോക്കുന്നു. അപ്പോഴേക്കും അവനൊരു ഉരുകിയ രീതിയിലുള്ള ഹാൻഡിലോട് കൂടിയ ഒരു ഡോർ ശ്രദ്ധിക്കുന്നു. അവൻ ആ ഡോർ തുറക്കാൻ ശ്രമിക്കുമ്പോൾ ഹാൻഡിൽ പൊട്ടിപ്പോകുന്നതിനാൽ ശേഷം അവൻ അത് തള്ളി തുറക്കാൻ ശ്രമിക്കുന്നു. ഡോർ തുറക്കുന്ന സമയത്ത് നാൻസിയും അവിടേക്ക് തിരിച്ചെത്തുന്നുണ്ട്. അവിടെ അവർ കാണുന്നത് ഉരുകിയ നിലയിൽ തന്നെയുള്ള ഒരു സ്റ്റെയർ കേസ് ആണ്. ഇപ്പോൾ ഡസ്റ്റിൻ തിരിച്ചെത്തുമ്പോൾ സ്റ്റീവ് അവന്റെ തിയറി തെറ്റായിരുന്നു എന്ന് പറഞ്ഞ് അവരെ ചൊറിയുന്നു. എന്നാൽ സ്റ്റീവ് സെൽഫിഷ് ആവുകയാണെന്ന് ഡസ്റ്റിൻ പറയുമ്പോൾ തിരിച്ച് ഹോപ്പറിനെയും ഇലവന്റെയും മീറ്റിംഗ് പോയിന്റിൽ വെച്ച് കാണാൻ കഴിയാത്തത് ഡസ്റ്റിന്റെ കുറ്റമാണെന്ന് സ്റ്റീവും പറയുന്നു. ഇടയ്ക്ക് വെച്ച് വഴക്ക് എഡ്ഡിയുടെ പേരിലാകുമ്പോൾ സ്റ്റീവ് താൻ അവരോട് മുമ്പൊരിക്കൽ ഹീറോസ് ആവാൻ ശ്രമിക്കരുത് എന്ന് പറഞ്ഞിട്ടും അവർ അതിന് മുതിരുകയും എഡ്ഡി ഒരു ബാഡ് ഡിസിഷൻ എടുത്തതുമാണ് അവന്റെ മരണത്തിന് കാരണമായത് എന്ന് പറയുന്നു. പെട്ടെന്ന് ദേഷ്യം വന്ന ഡസ്റ്റിൻ സ്റ്റീവിന് നേരെ പാഞ്ഞെടുത്ത് അവനെ അറ്റാക്ക് ചെയ്യുന്നു. സ്റ്റീവിന്റെ മുഖത്ത് അവൻ ഇടിക്കുമ്പോൾ സ്റ്റീവ് തനിക്ക് മതിയായി എന്ന് പറഞ്ഞ് എഴുന്നേറ്റ് പോവുകയും ഡസ്റ്റിൻ നിലത്തിരുന്ന് കരയുകയും ചെയ്യുന്നു. എന്നാൽ അതിനിടെ അവൻ ബാക്കിലേക്ക് ചായുമ്പോൾ തന്റെ പിന്നിൽ ഒരു ഡോർ ഉള്ളതായി കാണുന്ന അവൻ അതുവഴി അകത്തേക്ക് കയറി അവിടെ എക്സ്പ്ലോർ ചെയ്യുന്നു. അതിനുള്ളിൽ നമുക്കൊരു ബുള്ളറ്റിൻ ബോർഡ് കാണാം. ആൻഡ് അതിൽ ഡസ്റ്റിൻ അവൻ മുമ്പ് വരച്ചതിന് സമാനമായ ഒരു മാപ്പ് കാണുന്നു. സീൻ ഇപ്പോൾ നാൻസിയുടെയും ജോനത്തന്റെയും എക്സ്പ്ലോറിംഗിലേക്ക് ഷിഫ്റ്റ് ചെയ്യുകയാണ്. ഒരു ന്യൂക്ലിയർ എക്സ്പ്ലോഷൻ പോലെ എന്തെങ്കിലും ആയിരിക്കുമോ അവിടെമെല്ലാം മെൽറ്റ് ആകാൻ കാരണമായത് എന്നവർ ഡിസ്കസ് ചെയ്യുന്നതിനിടെ അപ്സൈഡ് ഡൗണിലെ മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്നും വ്യത്യസ്തമായി അവിടെ സ്പോർസ് ഒന്നുമില്ലാതെ എയർ ക്ലീൻ ആണെന്ന് കാണുമ്പോൾ അവിടെ സംഭവിച്ചിരിക്കുന്നത് ഡാർക്ക് മാജിക് ആണെന്ന് അവർ അനുമാനിക്കുന്നു. പെട്ടെന്ന് അവർ നിലത്തും ചുമരുകളിലും ട്രാപ്ഡ് ആയിരിക്കുന്ന സോൾജിയേഴ്സിനെ കാണുന്നു. അവരുടെ അഴുകുന്ന മൃതദേഹങ്ങൾ ചുമരിൽ മെൽറ്റ് ആയിരിക്കുകയാണ്. പെട്ടെന്ന് അവർ റൂഫിലേക്ക് പ്രവേശിക്കാൻ കഴിയുന്ന ഒരു ഡോർ കാണുകയാണ്. ജോനത്തനും നാൻസിയും അതിലൂടെ ലാബിന്റെ റൂഫിലേക്ക് എത്തിയിരിക്കുന്നു. തന്റെ ഫ്ലാഷ് ലൈറ്റ് മുകളിൽ ഒരുതരം ലൈറ്റ് റിഫ്ലക്ഷൻ ഉണ്ടാക്കുന്നത് കാണുമ്പോൾ അവിടെ കാണാൻ കഴിയാത്ത എന്തോ ഉണ്ടെന്ന് നാൻസിക്ക് മനസ്സിലാകുന്നു. ജോനത്തൻ പെട്ടെന്ന് ഒരു പൈപ്പ് പൊട്ടിച്ചെടുത്ത് മുകളിലേക്ക് എറിയുമ്പോൾ അത് ചെന്ന് തട്ടുന്നെടുത്ത് ഒരു ഇലക്ട്രിസിറ്റി സ്ഫിയർ തെളിഞ്ഞു വരുന്നു. തങ്ങൾ ഷീൽഡ് കണ്ടെത്തിയിരിക്കുന്നു എന്ന് വിചാരിച്ച് അവർ നിൽക്കുമ്പോൾ പക്ഷെ ഡസ്റ്റിൻ അവരോട് മുകളിലെ വസ്തുവിൽ സ്പർശിക്കരുതെന്ന് റേഡിയോ വഴി കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് പറയാൻ ശ്രമിക്കുകയാണ്. റേഡിയോ കമ്മ്യൂണിക്കേഷൻ ശരിയായി നടക്കാത്തതിനാൽ അവരോട് ഈ കാര്യം പറയാൻ മുകളിലേക്ക് പേടിയോടെ ഓടിക്കയറുന്ന ഡസ്റ്റിന്റെ കാഴ്ച ഒരു ഭാഗത്ത്. മറുഭാഗത്ത് നാൻസി ആകട്ടെ ഷോട്ട് ഗൺ എടുത്ത് ഇലക്ട്രിക് സ്പിയറിന് നേരെ എയിം ചെയ്യുകയാണ്. ഡസ്റ്റിൻ തനിക്ക് തെറ്റിപ്പോയെന്നും അത് ഷീൽഡ് ജനറേറ്റർ അല്ല മറ്റെന്തോ ആണെന്നും അത് ഡിസ്ട്രോയ് ചെയ്താൽ എല്ലാവരും മരിക്കുമെന്നുമാണ് വിളിച്ചു പറയാൻ ശ്രമിക്കുന്നത്. പക്ഷെ അപ്പോഴേക്ക് നാൻസി ഗൺ ഫയർ ചെയ്ത് കഴിഞ്ഞിരുന്നു. ഈ ഒരു സ്പോട്ടിൽ സ്ക്രീൻ ബ്ലാക്ക് ഔട്ട് ചെയ്തുകൊണ്ട് എപ്പിസോഡ് അവസാനിക്കുന്നു. അപ്പോൾ അതാണ് ഷോക്ക് ജോക്ക് എന്ന 5th എപ്പിസോഡ് ഓഫ് സ്ട്രേഞ്ചർ തിങ്സ് സീസൺ 5. എപ്പിസോഡിനെ പറ്റിയും വീഡിയോയെ പറ്റിയുമുള്ള നിങ്ങളുടെ ഒപ്പീനിയൻസ് കമന്റ് ചെയ്യാൻ ശ്രമിക്കുക. ഒപ്പം വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യവും പരിഗണിക്കുക. നമുക്ക് അടുത്ത എപ്പിസോഡിന്റെ ബ്രേക്ക് ഡൗൺ വീഡിയോയുമായി എത്രയും വേഗം കാണാം. അതുവരെ ബൈ.